ഹായ്, നിങ്ങൾ അയച്ചു തന്ന ആ സിനിമ പാരഡൈസോയുടെ റിവ്യൂ ഞങ്ങൾ വായിച്ചു. ആ അടിപൊളി സെലക്ഷൻ. ഓ അതോ, എപ്പോഴാ വായിച്ചത്? ഇന്നലെ രാത്രി. അതിൽ പറയുന്നുണ്ടല്ലോ, ഇതൊരു രക്ഷയുമില്ലാത്ത ഫീൽ ഗുഡ് പടമാണെന്നും പിന്നെ സിനിമയെ സ്നേഹിക്കുന്നവർ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു ക്ലാസിക് ആണെന്നും. ശരിയാണ്. അത് വായിച്ചപ്പോ എനിക്കും ഒന്നൂടെ കാണാനൊരു ഇത് തോന്നി. അതെ, അപ്പോ നിങ്ങൾക്കിത് കൂടുതൽ മനസ്സിലാക്കണമെന്ന് തോന്നിയതിൽ ഒരു അത്ഭുതവുമില്ല. ശരിക്കും. എന്തുകൊണ്ടാണ് ഈ സിനിമയെ അവരങ്ങനെ ഈ സിനിമയോടുള്ള പ്രണയലേഖനം എന്നൊക്കെ വിളിക്കുന്നതും അതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് എന്താ പറയാ പൊളിച്ചെടുക്കിയാലോ? ഓ സെറ്റ്, നിങ്ങൾ റെഡിയാണെങ്കിൽ തുടങ്ങാം. ലെറ്റ്സ് ഗോ. അപ്പോ കഥ വെച്ച് തുടങ്ങാം. ഈ റിവ്യൂവിൽ പറയുന്ന പോലെ ഇതൊരു വലിയ ഫിലിം മേക്കർ പുള്ളിയുടെ കുട്ടിക്കാലം ഓർത്തെടുക്കുന്നതാണല്ലോ സംഭവം. അതെ. സാൽവത്തോറെ എന്നല്ലേ പേര്? ഞാൻ എപ്പോഴും മറക്കും ആ പേര്. അതെ, സാൽവത്തോലെ ഡി വീട്ട. സിനിമയുടെ തുടക്കത്തില് പുള്ളി റോമിലെ ഒരു സൂപ്പർ സ്റ്റാർ ഡയറക്ടറാണ്. ഓഹോ. അപ്പോഴാണ് നാട്ടിൽ നിന്ന് അമ്മ വിളിക്കുന്നത്. പുള്ളിയുടെ പഴയൊരു കൂട്ടുകാരൻ മരിച്ചുപോയെന്ന് പറയാൻ. അയ്യോ, ആരാ? ആൽഫ്രെഡോ. ഓഹോ, സീന ട്രാജഡിയാണോ തുടക്കത്തിലെ? ഒരു നൊസ്റ്റാൾജിക് ട്രാജഡി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഫോൺ കോൾ കേൾക്കുമ്പോഴാണ് പുള്ളി വർഷങ്ങൾക്ക് ശേഷം ആ പഴയ ഓർമ്മകളിലേക്കൊക്കെ പോകുന്നത്. ആഹാ. സിസിലിയിലെ ജിയാൻകാൾഡോന്ന് ആ ചെറിയ ടൗണ്, പിന്നെ യുദ്ധമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയം, തന്റെ കുട്ടിക്കാലം. അന്ന് പുള്ളിയെ എല്ലാവരും വിളിച്ചിരുന്നത് ടോട്ടോന്നായിരുന്നു. ടോട്ടോ, കൊള്ളാലോ പേര്. അപ്പൊ ഫുൾ ഫ്ലാഷ് ബാക്ക് മൂഡ് ഓൺ. പണ്ടത്തെ കാര്യങ്ങൾ ഓർത്ത് നൊസ്റ്റു അടിക്കാൻ നമ്മളെപ്പോലെ ഒരാള്. അതെ. നമ്മുടെ പഴയ സ്കൂൾ ഫോട്ടോസ് കാണുമ്പോൾ ഒരു ഫീലില്ലേ, അതുപോലാണോ? ഏതാണ്ട് അത് തന്നെ. പക്ഷെ വെറും ഓർമ്മകൾ മാത്രമല്ല കേട്ടോ. ടോട്ടോയുടെ ലോകം എന്ന് പറയുന്നത് ആ നാട്ടിലെ ആകെയുള്ളൊരു സിനിമ തിയേറ്ററാണ്. ഏതാ? സിനിമ പാരഡൈസോ. അവിടെ വെച്ചാണ് അവൻ സിനിമയെ സ്നേഹിച്ചു തുടങ്ങുന്നത്. അവിടുത്തെ പ്രൊജക്ഷനിസ്റ്റായ ആൽഫ്രെഡോയുമായി ചങ്ങാതിയാവുന്നത്. അതാണ് സിനിമയുടെ മെയിൻ ട്രാക്ക്. ഓ, ആ റിവ്യൂൽ ഈ തിയേറ്ററിനെ പറ്റി വലിയ കാര്യമായി പറയുന്നുണ്ടല്ലോ. വെറുമൊരു സിനിമാ കൊട്ടകയല്ലേ അത്? എന്തിനാ അതിനിത്ര ബിൽഡപ്പ്? ഹേയ്, അങ്ങനെയല്ല. ഒന്ന് ആലോചിച്ചു നോക്ക്. യുദ്ധമൊക്കെ കഴിഞ്ഞ് ആളുകൾക്ക് വലിയ സന്തോഷമൊന്നും ഇല്ലാത്തൊരു കാലം. ശരിയാണ്. ആകെ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയാൻ ആഴ്ചയിലൊരിക്കൽ വരുന്ന ഈ സിനിമകളാണ്. അപ്പൊ ആ തിയേറ്റർ എന്ന് പറഞ്ഞാല് അതാ നാടിന്റെ ഒരു ഹൃദയം പോലെയാണ് ശരിക്കും. ഓ, ലൈക്ക് നമ്മുടെ കോളേജ് ക്യാൻറ്റീൻ അല്ലെങ്കിൽ ചായക്കട. എക്സാക്ട്ലി, അത് തന്നെ. എല്ലാവരും ഒത്തുകൂടുന്ന സ്ഥലം അല്ലേ? അവിടെയാണല്ലോ ലോകകാര്യങ്ങൾ മൊത്തം ചർച്ച ചെയ്യുന്നത്. കറക്റ്റ്. ആളുകൾ അവിടെ വരുന്നു, സിനിമ കാണുന്നു, ഒന്നിച്ചു ചിരിക്കുന്നു, കരയുന്നു, സ്ക്രീനിലെ ഹീറോയിൻ വരുമ്പോ കമന്റ് അടിക്കുന്നു, ചിലപ്പോ സൈഡിക്കടെ ലൈനും വലിക്കുന്നുണ്ടാവും. ആ തിയേറ്റർ ഒരു സോഷ്യൽ ഹബ്ബാണ്. ആ റിവ്യൂവിൽ ഒരു കോമഡി സീനിനെ പറ്റി പറയുന്നുണ്ടല്ലോ. പാതിരിയുടെ അല്ലേ? അതെ, ഏതോ ഒരു പാതിരി കിസ്സിംഗ് സീൻ വരുമ്പോ മണിയടിക്കുന്നൊക്കെ. അതെന്താ സംഭവം? അത് അന്നത്തെ സെൻസറിങ്ങോ? ഫാദർ അഡൽഫിയോ എന്ന് പേരുള്ള ആ പാതിരി ആദ്യം സിനിമ കാണും. ഓ. എന്നിട്ട് എവിടെയൊക്കെ കെട്ടിപ്പിടുത്തം, ഉമ്മ വയ്ക്കൽ, പിന്നെ റൊമാൻസ് ഒക്കെ ഉണ്ടോ അതൊക്കെ നോട്ട് ചെയ്യും. എന്നിട്ട് ആൽഫ്രെഡോയോട് ആ ഭാഗം കട്ട് ചെയ്ത് കളയാൻ പറയും. അയ്യോ, കഷ്ടം. എന്നിട്ടോ? തീർന്നില്ല. സിനിമ ഓടിക്കുമ്പോ ഈ പാതിരി മുന്നിലിരിക്കും. ഓ. ആ കട്ട് ചെയ്യേണ്ട സീൻ വരുമ്പോ പുള്ളി ക്ലിങ് ക്ലിങ് എന്ന് മണിയടിക്കും. എന്താണിത്? അപ്പൊ ആൽഫ്രെഡോ ആ ഫിലിം സ്കിപ്പ് ചെയ്യും. ഹോ, ഭീകരം. ഇന്നത്തെ കാലത്ത് നമ്മൾ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുമ്പോ വീട്ടുകാര് ഇതെന്താ എന്ന് ചോദിക്കുന്ന പോലെ ഉണ്ടല്ലോ. കറക്റ്റ്. അല്ലെങ്കിൽ യൂട്യൂബിലെ ആ ഏജ് റെസ്ട്രിക്ഷൻ. അത് തന്നെ. പക്ഷെ തിയേറ്ററിലെ ആളുകൾക്ക് ഇതൊന്നും പിടിക്കില്ല കേട്ടോ. അവര് കൂവും, ബഹളം വെക്കും. അത് സ്വാഭാവികം. ഉമ്മ തരൂ എന്നൊക്കെ വിളിച്ചു പറയും. അതൊക്കെ കാണാൻ നല്ല രസാണ് ശരിക്കും. ആ ഒരു പഴയ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആ ഒച്ചപ്പാടും ബഹളവും ആളുകളുടെ ആ കൂട്ടായ്മ. ഇന്നത്തെ മൾട്ടിപ്ലക്സിലെ ആ സൈലൻസിൽ കിട്ടാത്തൊരു വൈബാണത്. റിവ്യൂവിൽ പറയുന്ന ആ തിയേറ്ററിന്റെ മാജിക് ശരിക്കും ഇതാണ്. ശരിയാണ്. ഇപ്പം നമ്മൾ പോപ്കോണും കഴിച്ച് മിണ്ടാതെ സിനിമ കാണുന്നു. അടുത്തിരിക്കുന്നത് ആരാണെന്ന് പോലും നോക്കില്ല. അതെ, പണ്ടത്തെ ആ ഒരു സോഷ്യൽ ഫീൽ അത് മിസ്സിംഗ് ആണ്. അതെ, ആ യുദ്ധാനന്തര കാലഘട്ടത്തിൽ ആളുകൾക്കൊരു ആശ്വാസവും സന്തോഷവും ഒക്കെ കൊടുത്തിരുന്ന സ്ഥലമായിരുന്നു ആ സിനിമ പാരഡൈസോ. അതുകൊണ്ടാണ് ആ തിയേറ്റർ തന്നെ ഒരു കഥാപാത്രമാണെന്ന് പറയുന്നത്. ഓക്കെ, പോയിന്റ് കിട്ടി. ഇനി അടുത്ത മെയിൻ അട്രാക്ഷൻ ടോട്ടോയും ആ പ്രൊജക്ഷനിസ്റ്റ് ചേട്ടനും തമ്മിലുള്ള കോംബോ. ആൽഫ്രെഡോ
റിവ്യൂവിൽ പറയുന്നത് കേട്ടിട്ട് ഒരു ഗൗരവക്കാരനാണെന്ന് തോന്നുന്നല്ലോ, ഒരു ടൈപ്പ് പ്രിൻസിപ്പളിനെ പോലെ. ഹാ, പുറമേ നോക്കുമ്പോ കുറച്ച് റഫ് ആൻഡ് ടഫാണ്, അധികം മിണ്ടാത്ത ടൈപ്പ്. ഉം. പക്ഷെ ഉള്ളിൽ പാവാണ്. ടോട്ടോയ്ക്ക് അച്ഛനില്ല, യുദ്ധത്തിൽ പോയതാണ്. അപ്പൊ ഈ ആൽഫ്രെഡോ ഒരു ഫാദർ ഫിഗർ പോലെ ആവാണ് അവന്. ഓ, ഒരു മെന്റർ, നമ്മുടെ കോളേജിലെ ചില സീനിയേഴ്സിനെയും ടീച്ചേഴ്സിനെയൊക്കെ പോലെ. അതെ അതെ. ആദ്യം കാണുമ്പോൾ ഭയങ്കര ചാടയാണെന്ന് തോന്നും, ചിലപ്പോൾ പേടിയാവും. പിന്നെ ഒന്ന് മിണ്ടി നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ആള് കമ്പനിയാണെന്ന്. അത് തന്നെ, പെർഫെക്റ്റ് എക്സാമ്പിൾ. തുടക്കത്തിൽ ആൽഫ്രെഡോ ടോട്ടോയെ ഓടിച്ചുവിടും. ആ. പ്രൊജക്ഷൻ റൂമിലൊന്നും കേട്ടില്ല. ഇവിടെ കളിക്കാതെ പോടാ ചെക്ക എന്ന ലൈൻ. പക്ഷേ ടോട്ടോ ഒരു രക്ഷയുമില്ലാത്ത ശല്യമാണല്ലോ. അവൻ വിടാതെ പിന്നാലെ കൂടും. സിനിമയോടുള്ള അവന്റെ ഒരു ക്രേസ് കാണുമ്പോൾ പതുക്കെ പതുക്കെ ആൽഫ്രെഡോയ്ക്ക് അവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. ഓ. എന്നിട്ട് അവനെ പ്രൊജക്ടർ ഓണാക്കാൻ പഠിപ്പിക്കുമോ? സീൻ. പ്രൊജക്ടർ ഓണാക്കാൻ മാത്രമല്ല, സിനിമയെക്കുറിച്ച്, ഫിലിം കട്ടിങ്ങിനെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കും. കൊള്ളാം. അതിലൂടെ ജീവിതത്തെക്കുറിച്ചും പല കാര്യങ്ങളും പറയുന്നുണ്ട്. ആൽഫ്രെഡോയുടെ ഡയലോഗുകൾ പലതും ചെറിയ ചെറിയ ലൈഫ് ലെസൺസ് പോലെയാണ്. ഓഹോ. നീ ഒരു അടിമയാണ്, ഈ സ്ക്രീനിലെ വെളിച്ചത്തിന്റെ അടിമ എന്നൊക്കെ പറയുന്ന ഒരു സീനൊക്കെയുണ്ട്. ഓ, ഡീപ്പ്. സിനിമയിലൂടെ ലൈഫ് പഠിപ്പിക്കുന്നൊരു ഗുരു. സംഭവം കൊള്ളാം. അതെ, അവരുടെ സൗഹൃദം വളരുന്നത് തന്നെ സിനിമ ഷെയർ ചെയ്യുന്നതിലൂടെയാണ്. ആ പ്രൊജക്ഷൻ റൂം അവർക്ക് സ്വന്തം ലോകം പോലെയാണ്. അവസാനം ടോട്ടോ വലുതായി ഒരു സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്യാൻ നോക്കുമ്പോ ആൽഫ്രെഡോയാണ് അവനോട് പറയുന്നത് ഈ നാട് വിട്ട് റോമിലേക്ക് പോകാൻ. എന്ത്? നാടുവിടാൻ കൂട്ടുകാരൻ പറയുന്നു? ശരിക്കും? അതെ. സാധാരണ പോയി വല്ല പണിക്കും നോക്കടാ ചെക്ക എന്ന് വീട്ടുകാരല്ലേ പറയാറ്. ഇത് വെറൈറ്റിയാണല്ലോ. വെറൈറ്റി മാത്രല്ല, ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് പറയുന്നത്. എങ്ങനെ? ഈ സ്ഥലം ശപിക്കപ്പെട്ടതാണ്. ഇവിടെ നിന്നാൽ നീ ഇവിടെ കിടന്ന് നശിച്ചു പോകും. നീ റോമിൽ പോകണം. നിന്റെ സ്വപ്നങ്ങൾ അവിടെയാണ് എന്നൊക്കെ. പോയാ പിന്നെ തിരിഞ്ഞു നോക്കരുത്. എനിക്ക് എഴുതരുത്, വിളിക്കരുത്, പഴയ കാര്യങ്ങൾ ഓർത്ത് നൊസ്റ്റാൾജി അടിച്ച് ഇവിടെ വരരുത് എന്നൊക്കെയാണ് അഡ്വൈസ്. ഓ മൈ ഗോഡ്, ഇത് ബ്രേക്കപ്പ് ഡയലോഗ് പോലെയുണ്ടല്ലോ. ഏതാണ്ട്. ഭയങ്കര ഇമോഷണൽ സീൻ ആയിരിക്കുമല്ലേ? ടോട്ടോ സമ്മതിച്ചോ? ടോട്ടോയ്ക്ക് ഭയങ്കര വിഷമാവും. അവനാ നാടും ആൽഫ്രെഡോയും വിട്ടുപോകാൻ തീരെ താല്പര്യമില്ല. പക്ഷെ ആൽഫ്രെഡോ നിർബന്ധിച്ചു പറഞ്ഞയക്കുകയാണ്. ശരിക്കും ടോട്ടോയുടെ നല്ലതിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ആ ഒരു ബന്ധത്തിന്റെ ആഴം അത് ആ സീനിൽ ശരിക്കും കാണാം. റിവ്യൂല് ഈ ബന്ധത്തെ എടുത്തു പറയുന്നത് വെറുതെയല്ല. കൊള്ളാം. ഇനി ആ ക്ലൈമാക്സിലെ ഗിഫ്റ്റിന്റെ കാര്യം. അതാണ് സംഭവം. റിവ്യൂൽ എന്തോ സസ്പെൻസ് ഇട്ട് പറയുന്നുണ്ട്. ആൽഫ്രെഡോ മരിച്ച ശേഷം ടോട്ടോയ്ക്കൊരു സമ്മാനം കൊടുക്കുന്നു എന്നൊക്കെ. അതെന്താ സംഭവം? ആകാംക്ഷ സഹിക്കാൻ പറ്റുന്നില്ല. അതാണ് സിനിമയുടെ ഹൈലൈറ്റ്, ഏറ്റവും ടച്ചിങ് ആയ ഭാഗം. ടോട്ടോ, അതായത് നമ്മുടെ സാൽവത്തോറെ, വർഷങ്ങൾക്ക് ശേഷം ആൽഫ്രെഡോയുടെ മരണാനന്തര ചടങ്ങിനാണ് നാട്ടിൽ തിരിച്ചെത്തുന്നത്. ഓക്കേ. തിരിച്ചു പോരാൻ നേരം ആൽഫ്രെഡോയുടെ ഭാര്യ അവനൊരു പൊതി കൊടുക്കും. ആൽഫ്രെഡോ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. ഓ. അതൊരു ഫിലിം റീലാണ്. അതിൽ പേരോ ലേബലോ ഒന്നുമില്ല. എന്നിട്ട് അതിൽ പ്രേതത്തിന്റെ പഴമാണോ? എന്തായിരുന്നു അതില്? അല്ല. സാൽവത്തോറെ റോമിൽ തിരിച്ചെത്തിയിട്ട് ഒരു പ്രൈവറ്റ് സ്ക്രീനിംഗ് റൂമിൽ വെച്ച് ആ റീൽ പ്ലേ ചെയ്യിക്കും. അപ്പൊ സ്ക്രീനിൽ വരുന്നതെന്താണെന്നോ? എന്താ? പണ്ട് ആ പാതിരി മണിയടിച്ച് കട്ടേപ്പിച്ചില്ലേ? കിസ്സിംഗ് സീനുകള്. അതെ, ആ എല്ലാ കിസ്സിംഗ് സീനുകളും. ഹട്ട്, സീരിയസ്ലി? അപ്പൊ ആ കട്ട് ചെയ്ത പീസെല്ലാം പുള്ളി സൂക്ഷിച്ചു വെച്ചോ? അതെ. ആൽഫ്രെഡോ ആ കട്ടെയ്ത കഷ്ണങ്ങളൊന്നും കളയാതെ പെറുക്കിയെടുത്ത് ഒട്ടിച്ചു ചേർത്ത് ഒരൊറ്റ റീലാക്കി. ടോട്ടോയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചതായിരുന്നു. അടിപൊളി. ഹോ, ഭയങ്കര തന്നെ. എന്നിട്ട് സാൽവത്തോറയുടെ റിയാക്ഷൻ എന്തായിരുന്നു? പുള്ളി ഞെട്ടിയോ? പുള്ളി അത്ഭുതത്തോടെയും എന്നാൽ കണ്ണീരോടെയുമാണത് കാണുന്നത്. ഓ. കാരണം ആ സ്ക്രീനിൽ തെളിയുന്ന ഓരോ ചുംബനവും പുള്ളിക്ക് ഓർമ്മപ്പെടുത്തുന്നത് ആ പഴയ കാലമാണ്. ആ സിനിമ പാരഡീസോ തിയേറ്റർ, അവിടുത്തെ ആരവം, തന്റെ കുട്ടിക്കാലം, ആദ്യത്തെ പ്രണയം എലീന, പിന്നെ എല്ലാത്തിനുമുപരിയായി ആൽഫ്രെഡോ കൊടുത്ത സ്നേഹം, ഉപദേശം എല്ലാം ആ നിമിഷം മനസ്സിലേക്ക് വരും. ഷോ, കേട്ടിട്ട് രോമാഞ്ചം വരുന്നു. നമ്മുടെ കോളേജ് ഫെയർവെല്ലിന് പഴയ ഫോട്ടോസ് വെച്ചൊരു വീഡിയോ ഉണ്ടാക്കില്ലേ? ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ എടുത്ത കോലംകെട്ട ഫോട്ടോസൊക്കെ ഇട്ട് അത് കാണുമ്പോൾ ഒരു സന്തോഷവും ചെറിയ ചമ്മലും സങ്കടവും ഒക്കെ വരില്ലേ? അതുപോലത്തെ ഒരു ഫീലാണോ? ഏകദേശം അത് തന്നെ. പക്ഷേ ഇത് കുറച്ചുകൂടി ഇമോഷണലാണ്. ഇതൊരു റൊമാൻറ്റിക് മൊണ്ടാഷ് എന്നതിനപ്പുറം സിനിമകൾ എങ്ങനെയാണ് നമ്മുടെ ഓർമ്മകളെ, വികാരങ്ങളെ, നഷ്ടപ്പെട്ട കാലത്തെയൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയൊരു പ്രതീകമാണ് ആ സീൻ.
ആൽഫ്രഡോയുടെ നിശബ്ദമായ സ്നേഹത്തിന്റെ ഒരു പ്രഖ്യാപനം കൂടിയാണത്. റിവ്യൂവിൽ ഈ സീനിനെക്കുറിച്ച് വാചാലരാവുന്നത് ഇതുകൊണ്ടാണ്. വാവ്, ഇത് കേട്ടപ്പോഴാണ് ആ റിവ്യൂവിൽ പറഞ്ഞ സിനിമയോടുള്ള പ്രണയലേഖനം എന്ന വാചകം അത് ശരിക്കും ക്ലിക്കായത്. അതെ, ആ ടൈറ്റിൽ പെർഫെക്റ്റ് ആണ്. ഇത് സിനിമാ ഭ്രാന്തമായി ഇഷ്ടപ്പെടുന്ന ടോട്ടോയുടെ കഥ മാത്രമല്ല, പിന്നെ സിനിമകൾ നമ്മളെ തിരിച്ചെങ്ങനെ സ്നേഹിക്കുന്നു, എങ്ങനെ സ്വാധീനിക്കുന്നു, അതാണ് ഈ സിനിമയുടെ ആത്മാവ്. ഓ, സിനിമ നമ്മളെ ഒരുമിപ്പിക്കുന്നു, തിയേറ്ററിലെ പോലെ സന്തോഷിപ്പിക്കുന്നു, കരയിപ്പിക്കുന്നു, സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നു, ഓർമ്മകൾ സൂക്ഷിക്കാൻ സഹായിക്കുന്നു. സിനിമയില്ലാത്തൊരു ലോകം നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ശരിയാണ്. നമ്മളൊക്കെ എന്തിനാ സിനിമ കാണുന്നത്? ചിലപ്പോൾ ടൈം പാസിന്, ചിലപ്പോൾ ടെൻഷൻ മാറ്റാൻ, അതെ, ചിലപ്പോൾ കൂട്ടുകാരുമായിട്ട് അടിച്ചു പൊളിക്കാൻ. ചില സിനിമ കണ്ടാൽ ദിവസങ്ങളോളം അതിൻ്റെ ഹാങ് ഓവർ ആയിരിക്കും. ചിലത് നമ്മുടെ ചിന്തകളെ തന്നെ മാറ്റും. സിനിമയ്ക്ക് നമ്മുടെ ലൈഫിൽ പല റോളുണ്ട്. തീർച്ചയായും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ട് വല്ലാത്തൊരു സന്തോഷമോ സങ്കടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രചോദനമോ ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഫീലിങ്ങിനോടുള്ളൊരു താങ്ക്സ് ഗിവിംഗ് ആണ് സിനിമ പാരഡോസോ എന്ന് പറയാം. ആ റിവ്യൂവും ഒരുപക്ഷെ അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ അയച്ചു തന്ന റിവ്യൂ ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ സിനിമാ പാരഡീസോ ഓർമ്മകളുടെയും സൗഹൃദത്തിൻ്റെയും നഷ്ടപ്രണയത്തിൻ്റെയൊക്കെ കഥ പറയുന്നതിനോടൊപ്പം സിനിമ എന്ന മാധ്യമത്തോടുള്ള അടങ്ങാത്തൊരു സ്നേഹം കൂടിയാണ് ആഘോഷിക്കുന്നത്. കറക്റ്റ്. ആ പഴയ തിയേറ്ററും ടോട്ടോയും ആൽഫ്രഡോയും ആ പാട്ടുമൊക്കെ ചേർന്നൊരു പ്രത്യേക ഫീല് തരുന്നു. അതെ, ആ നൊസ്റ്റാൾജിയ തന്നെയാണ് ഇതിന്റെ പ്രധാന ആകർഷണം. എന്തായാലും ഇത് കാണണമെന്ന് തോന്നുന്നു. റിവ്യൂ അയച്ചപ്പോഴും നിങ്ങളിങ്ങനെ പറഞ്ഞപ്പോഴും ഇൻട്രസ്റ്റ് കൂടി. ഉറപ്പായും കാണണം. ഇനിയൊരു കാര്യം കൂടി, ഈ സിനിമ കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ചർച്ച കേട്ടിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എന്താ? പണ്ട് ആ സിനിമാ പാരഡൈസോയിൽ എല്ലാവരും കൂടിയിരുന്ന് ബഹളം വെച്ചും ചിരിച്ചും കരഞ്ഞുമൊക്കെ സിനിമ കണ്ട ഒരു അനുഭവമുണ്ടല്ലോ, ആ കൂട്ടായ്മ. അതിൽ നിന്ന് ഇന്നത്തെ നമ്മുടെ പേഴ്സണൽ സ്ക്രീനുകളിലെ ഫോണിലോ ലാപ്ടോപ്പിലോ ഒക്കെ ഉള്ള ഒറ്റയ്ക്കുള്ള സിനിമ കാണൽ എത്ര വ്യത്യസ്തമാണ്. ശരിയാണ്. ടെക്നോളജി മാറിയപ്പോ, സിനിമയോടുള്ള നമ്മുടെ ബന്ധം മാറിയപ്പോ, ആ പഴയ കമ്മ്യൂണിറ്റി ഫീലിംഗ് അത് നമുക്ക് നഷ്ടപ്പെട്ടോ അതോ പുതിയൊരു തരം ആസ്വാദന രീതി നമ്മൾ കണ്ടെത്തിയോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് കൊള്ളാം. ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ്. ശരി. ആൾക്കൂട്ടത്തിന്റെ ആ ഒരു എനർജി ഇപ്പൊ മിസ്സിംഗ് ആണ്. അതെ. എന്തായാലും സിനിമ കണ്ടിട്ട് ഇതിനെപ്പറ്റി ഒന്നുകൂടെ ആലോചിക്കണം. ശരി, അപ്പോൾ നമ്മുടെ ഈ വിശകലനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായും. അടുത്ത തവണ കാണാം.